നമ്മൾ പണ്ട് അനുഭവിച്ചതോ പണ്ട് കണ്ട് തീർന്നതോ അല്ലെങ്കിൽ കണ്ടു മറന്നതോ ആയിട്ടുള്ള ഒരനുഭവത്തെ പുനരാവിഷ്കരിക്കാനുള്ള ഒരു ഓർമ്മയെ കണ്ടെത്താനുള്ളൊരു ശ്രമമാണ് പലപ്പോഴും എഴുത്ത് ജീവിതം എന്ന് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വസ്തുനിഷ്ഠമായിട്ടുള്ളൊരു ബാഹ്യസ്ഥലം ഉണ്ടാവും, ആത്മനിഷ്ഠമായിട്ടുള്ളൊരു ആന്തരിക സ്ഥലവും എപ്പോഴും എഴുത്തിനെ നിർണ്ണയിക്കുന്നത് അതാണ്. ഇഫ് ദ സോൾട്ട് ലോസസ് ഇറ്റ് സോൾട്ടീനസ് ഹൗ ക്യാൻ ഇറ്റ് അഗെയിൻ മേക്ക് ഇറ്റ് സോൾട്ടി എന്ന് പറഞ്ഞിട്ടൊരു ക്രൈസ്റ്റ് ഇങ്ങനെ ചോദിക്കുന്നു. ഉപ്പിൻ്റെ ഉവ്വർപ്പ് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അതിനെങ്ങനെയാണ് ഉവ്വർപ്പുണ്ടാവുക? കക്കുകളി എന്ന് പറയുന്ന എൻ്റെ കഥ അതിൻ്റെ കവർ സ്റ്റോറിയായിട്ട് മാതൃഭൂമി പ്രിൻ്റ് ചെയ്യാൻ സന്നദ്ധമായി എന്നുള്ളത് ഞാൻ ഇത്തരുണത്തിൽ മുന്നോട്ട് വെച്ച നാട്ടുഭാഷയ്ക്ക് കിട്ടിയ ഒരു അംഗീകാരമാണെന്ന് ഞാൻ വിശ്വസിക്കുകയും അതിൻ്റെ ഒരു വേരെന്ന് പറയുന്നത് ഞാൻ കാലൂന്നി നടക്കുന്ന ആ മണ്ണിലെ പാതിരി മലയാളമാണെന്ന് പറയുന്നതിനും എനിക്ക് അഭിമാനമുണ്ട്. അവർ പറയുന്ന വാക്കുകളിൽ പലപ്പോഴും നമ്മുടെ പത്തനംതിട്ട ഭാഷ ഇടകലർന്നിരിക്കും. അവർ ഇച്ചിരി ദൂരം പോവാം, അല്ലെങ്കിൽ ഇവിടുന്ന് എന്നോത്തിനാ ഇപ്പോൾ അങ്ങോട്ട് പോയിട്ട് കാര്യം, കുറച്ചുകൂടി എന്ന ഒരു വ്യാക്ഷേപമാണ് പത്തനംതിട്ടയുടെ സംസാര ശൈലിയിൽ എപ്പോഴും കടന്നു വരുന്നത്. നിങ്ങൾ എവിടെ വർത്തമാനം പറഞ്ഞാലും നിങ്ങൾ ഏത് നാട്ടുകാരനാണെന്ന് മറ്റൊരു നാട്ടുകാരൻ നിങ്ങളെ പെട്ടെന്ന് തിരിച്ചറിയുന്നത് ഭാഷ കൊണ്ടാണ്. ഒരു എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ടോപ്പിക്ക് കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ളതാണ്, നല്ല കാൽപ്പനികമായിട്ടുള്ളൊരു തലക്കെട്ടാണ്. നാട്ടുനനവൂറുന്ന കഥയുടെ കൈവഴികൾ. അപ്പോൾ എന്താണ് പ്രാദേശികത, കഥയിലെ പ്രാദേശികതയുടെ അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമ്മളുടെ വായനയിലും എഴുത്തിലും പ്രാദേശികത കടന്നു വന്നിട്ടുള്ളത്, അതിനെങ്ങനെയൊക്കെയാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് എന്നൊക്കെ ആയിരിക്കണം സംസാരിക്കേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എപ്പോഴും ഇത് പൊയറ്റിക്സ് ഓഫ് സ്പേസ് എന്നൊരു വാക്ക് തന്നെ മനോഹരമായിട്ടുള്ളൊരു തലക്കെട്ടുണ്ട്. സ്ഥലം, ഇടം എന്നുള്ളത് കഥയിലും നമ്മളുടെ സർഗാത്മക രചനകളിൽ അതെങ്ങനെയൊക്കെയാണ് പ്രതിഫലിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ഇടപെടുന്നത് എന്നുള്ളത് എനിക്ക് തോന്നുന്നു എല്ലാ എഴുത്തുകാർക്കും ഇടം, സ്ഥലം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പലപ്പോഴും നമ്മളുടെ മൂല്യബോധത്തെ, എഴുത്തിൻ്റെ വഴികളെ നിർണ്ണയിക്കുന്നതും നിശ്ചയിക്കുന്നതും പലപ്പോഴും അത്തരമൊരു സ്പേസ് അല്ലെങ്കിൽ ഇടം, പ്രാദേശികത അങ്ങനെയുള്ള ഘടകങ്ങളായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ എപ്പോഴും നമ്മുടെ മൂല്യബോധത്തെയും കൂടി സ്വാധീനിക്കുന്ന ഒരു ഘടകമായിട്ട് അതിനെക്കുറിച്ച് തോന്നാറുണ്ട്. ഇപ്പോൾ എം ടിയുടെ കഥകളൊക്കെ ഉദാഹരണമായിട്ട് പറയാൻ പറ്റും. എം ടിയുടെ അവസാനകാല കഥകളായ ശിലാലിഖിതം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മറ്റു നോവലുകൾ, ഇതിലൊക്കെ നഗരം എന്ന് പറയുന്നത് വളരെ ഭീതിതമായിട്ടുള്ള ഒരു ഇടമായിട്ട് വരുന്നു. ഗ്രാമത്തിലേക്ക് തിരിച്ചു വരിക, ഗ്രാമം വളരെ വിശുദ്ധിയുള്ളതായിട്ടൊക്കെ സങ്കല്പിക്കുക. പക്ഷെ ഷെർലക്ക് പോലത്തെ കഥകളിലൊക്കെ അത് വളരെ വ്യക്തമായിട്ട് കാണാം. നഗരം എന്ന് പറയുന്നത് എല്ലാ നമ്മളുടെ സോഫ്റ്റായിട്ടുള്ള മൃദുവായിട്ടുള്ള എല്ലാത്തിനെയും, നമ്മുടെ ധാർമ്മിക ബോധത്തെ, അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ അട്ടിമറിക്കുന്ന ഒരിടമായിട്ട് നഗരത്തെ ഭയത്തോടെ കാണുന്നത് കാണാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാ എഴുത്തുകാരുടെ ഉള്ളിലും അവർ ജീവിച്ച ഒരു ദേശം വളരെ കൃത്യമായിട്ട് അടയാളപ്പെട്ട് കിടക്കുന്നുണ്ടാവാം. ഇപ്പോൾ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള കാര്യം പറഞ്ഞാൽ, ഞാൻ ഒരു നാടോടി ജീവിതം ജീവിച്ച ആളാണ്. കുട്ടിക്കാലം മുതൽ പല സ്ഥലങ്ങളിൽ ജീവിച്ച ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതാണ് നമ്മളുടെ സ്ഥലം, ഏതാണ് നമ്മുടെ നാടെന്ന് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് എനിക്കൊരു ഉത്തരം പറയാൻ പറ്റില്ല. എല്ലാ സ്ഥലത്തും പല സ്ഥലങ്ങളിൽ ജീവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പല സ്ഥലങ്ങളുടെ സംസ്കാരം, അതിൻ്റെ പ്രാദേശികമായിട്ടുള്ള പ്രത്യേകതകൾ, അതിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകൾ, ഇതെല്ലാം കൂടിയാണ് നമ്മളുടെ ഒരു സ്ഥലബോധത്തെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതാണ് നിങ്ങളുടെ സ്ഥലം, അല്ലെങ്കിൽ നിങ്ങളുടെ കഥകളിൽ വരുന്ന നാട്ട് നനവ് എന്ന് പറയുന്നത് ഏത് ദേശത്തിൻ്റെയാണെന്ന് ചോദിക്കുമ്പം എപ്പോഴും എനിക്കത് വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതേസമയം നമ്മളുടെ എഴുത്തിനെ, അതിൻ്റെ ഭാഷയെ, അതിലെ ജീവിതത്തെ, അതിലെ അനുഭവങ്ങളെ ഒക്കെ രൂപപ്പെടുത്തുന്നത് ഈ ദേശവും പ്രാദേശികതയും തന്നെയാണ് താനും. അപ്പോൾ ഞാൻ കുറച്ച് വൈകിട്ടാണ് കഥ എഴുതാൻ തുടങ്ങിയത്. എഴുത്ത് ജീവിതത്തിലേക്ക് വന്നത് കുറച്ച് വൈകി വന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എഴുതുമ്പോൾ ഒരുപാട് കാലം, ഞാൻ ജനിച്ചു വളർന്നത് കോട്ടയം ജില്ലയിലാണ്, കുറച്ച് കാലം ജീവിച്ചത് ഇടുക്കി ജില്ലയിലാണ്, പിന്നെ പാലക്കാട്, തമിഴ്നാട്, അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ടാണ് ജീവിച്ചത്. ഇപ്പോൾ ജീവിക്കുന്നത് തലശ്ശേരി, കോഴിക്കോട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലുമാണ്. അപ്പോൾ ഓരോ ദേശത്തിൻ്റെയും ഭാഷയും സംസ്കാരവും ഏതെങ്കിലുമൊക്കെ തരത്തിൽ നമ്മളുടെ ചിന്തകളെയും അനുഭവങ്ങളെയും സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും ഞാൻ വിചാരിച്ച വളരെ ചെറുപ്പത്തിൽ, ഒരു 5-6 വയസ്സിലൊക്കെ ഞാൻ എൻ്റെ ജനിച്ചു വളർന്ന നാട് വിട്ടതാണ്. കോട്ടയം, ഇടുക്കിയൊക്കെ വിട്ടു പോയതാണ്. പക്ഷെ എനിക്ക് എഴുതാൻ തുടങ്ങിയപ്പോൾ
ഏറ്റവും ഭംഗിയായിട്ട് എല്ലാവരും മറ്റുള്ളവരുടെ ഒരു ഫീഡ്ബാക്ക് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, ഏറ്റവും കൃത്യമായിട്ടും നന്നായിട്ടും എനിക്ക് ആവിഷ്കരിക്കാൻ പറ്റിയത് കോട്ടയത്തെ ക്രിസ്ത്യൻ ജീവിതവും ഇടുക്കിയിലെ ആ മലമ്പ്രദേശത്തുള്ള ജീവിതവുമാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അത്രയും ചെറിയ കാലം മുതൽ നമ്മളുടെ മനസ്സിൽ, അന്ന് നമ്മൾക്ക് വേണ്ടത്ര തിരിച്ചറിവൊന്നും ഇല്ലാത്ത ഒരു പ്രായത്തിലാണ് ഇതൊക്കെ നമ്മൾ കാണുകയും അവിടെ ജീവിക്കുകയും ചെയ്തത്. പക്ഷേ ആ ഒരു ദേശത്തെ വെച്ച്, ദേശം അല്ലെങ്കിൽ അവരുടെ ഭാഷ, അവരുടെ ജീവിതം, ക്രിസ്ത്യൻ ജീവിതം, അതൊക്കെ വെച്ചിട്ട് എഴുതുമ്പോൾ, അതൊക്കെ ഉപയോഗപ്പെടുത്തി എഴുതുമ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട്. കുറച്ചും കൂടി ഒരു കംഫർട്ട് സോൺ എന്നൊക്കെ പറയണത് ഒരു എഴുത്തുകാരിയെ സംബന്ധിച്ച് ഏറ്റവും സുഖകരമായിട്ടുള്ള, സ്വസ്ഥമായിട്ടുള്ളൊരു ഇടമായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒരിക്കലും ഉപയോഗിക്കാത്ത ഒരു ഭാഷയാണ്, സംസാരിക്കാൻ ഉപയോഗിക്കാത്ത ഭാഷയാണ് അവിടുത്തെ ഒരു ക്രിസ്ത്യൻ ഭാഷ. അതേപോലെ അവിടെ അല്ല ഞാൻ ജീവിക്കുന്നതും. പക്ഷേ എനിക്ക് ആ ഒരു ദേശം ആവിഷ്കരിക്കുമ്പോൾ അത് വളരെ എളുപ്പമായിട്ട് തോന്നാറുണ്ട്. ആ ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലുള്ള ഭാഷ വളരെ ഭംഗിയായിട്ട് എനിക്ക് വഴങ്ങുന്നതായിട്ട് തോന്നാറുണ്ട്. അത് കുറച്ചും കൂടി അനായാസമായിട്ട് അതിനെക്കുറിച്ച് എഴുതാനും അതിനെക്കുറിച്ച് ആലോചിക്കാനും ഒക്കെ പറ്റാറുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായത്, അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായത്, നമ്മളെ രൂപപ്പെടുത്തുന്നതിൽ നമ്മുടെ കുട്ടിക്കാലം ചെലവഴിച്ച ഇടങ്ങൾ അത് വളരെ ഭംഗിയായിട്ട് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് എനിക്കപ്പോൾ ഈ ഇത്ര അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. അപ്പം നമ്മൾ പണ്ട് അനുഭവിച്ചത്, കണ്ടു മറന്നത്, അങ്ങനെ ഒരു സംഗതി, അങ്ങനെ എന്തോ ഒന്ന് നമ്മുടെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും എഴുതുമ്പോൾ. നമ്മൾ പണ്ട് അനുഭവിച്ചതോ പണ്ട് കണ്ട് തീർന്നതോ അല്ലെങ്കിൽ കണ്ടു മറന്നതോ ആയിട്ടുള്ള ഒരനുഭവത്തെ പുനരാവിഷ്കരിക്കാനുള്ള ഒരു ഓർമ്മയെ കണ്ടെത്താനുള്ളൊരു ശ്രമമാണ് പലപ്പോഴും എഴുത്ത് ജീവിതം എന്ന് എന്നെ വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ദേശം അല്ലെങ്കിൽ ഈ പ്രാദേശികത എന്ന് പറയുന്ന സംഗതി നമ്മളുടെ കഥാപാത്ര നിർമ്മിതിയിലും ചിലപ്പോൾ കഥാപാത്രം തന്നെയായിട്ട് മാറുന്നു. ഇപ്പോൾ നമ്മുടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരുപാട് രചനകളുണ്ട്, അതിന് ഉദാഹരണമായിട്ടൊക്കെ പറയാൻ. അപ്പോൾ ഒരു സാംസ്കാരികമായിട്ടുള്ളൊരു അന്യാധീനപ്പെടൽ അതും ഇതിൻ്റെ കൂടെ തന്നെ പറയേണ്ടതുണ്ട്. നൊസ്റ്റാൾജിയ, നഷ്ടബോധം, ഗൃഹാതുരത്വം എന്നൊക്കെ പറയുന്ന സംഗതി തന്നെയാണ്. അപ്പോൾ പണ്ട് നമ്മൾ അനുഭവിച്ചതാണ്, നമ്മളുടെ കയ്യിൽ നിന്ന് ചോർന്നു പോയതാണ്, പക്ഷെ അതെവിടെയോ ഉണ്ട്, അല്ലെങ്കിൽ അത് നമ്മളുടെ ഓർമ്മയിലുണ്ട്, നമ്മളുടെ സ്മൃതികളിൽ അത് ജീവിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു സാംസ്കാരികമായിട്ടുള്ളൊരു അന്യാധീനപ്പെടൽ, നമ്മൾ അതിൻ്റെ അകന്നുപോയി, അത് നമ്മളുടെ കയ്യിൽ ഒതുങ്ങുന്നതായിരുന്നു, അതിപ്പോൾ അവിടെ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു അന്യാധീനപ്പെടലിനെ കുറിച്ചുള്ളൊരു വേവലാതിയും അറിയാതെ തന്നെ എഴുത്തിൽ കടന്നു വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. അത് നമ്മൾ ഇപ്പോഴത്തെ കാലത്തെക്കുറിച്ചായിരിക്കും എഴുതുന്നത്, പക്ഷെ എന്നാലും ആ എഴുത്തിൽ വളരെ സൂക്ഷ്മമായ തലങ്ങളിൽ നമ്മൾക്ക് കൈവിട്ടു പോയ സാമൂഹികവും ഭൗതികവുമായിട്ടുള്ളൊരു സ്ഥലം മാത്രമല്ല, ആത്മനിഷ്ഠമായിട്ടുള്ളൊരു സംഗതി കൂടിയാണ് സ്ഥലം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ വസ്തുനിഷ്ഠമായിട്ടുള്ളൊരു ബാഹ്യസ്ഥലം ഉണ്ടാവും, ആത്മനിഷ്ഠമായിട്ടുള്ളൊരു ആന്തരിക സ്ഥലവും എപ്പോഴും എഴുത്തിനെ നിർണ്ണയിക്കുന്നത് അതാണ്. നമ്മൾ എഴുതുമ്പോൾ വളരെ കൃത്യമായിട്ട് പ്രാദേശികമായിട്ടുള്ള സംഗതികൾ, ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളൊക്കെ അതിൽ ആവിഷ്കരിക്കുന്നുണ്ടാവും, ജൈവികമായ പ്രകൃതി വരുന്നുണ്ടാവും. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഭാവനയുടെ ഒരു കലർപ്പ് കൂടി, അത് ഭാവനാത്മകമായ സ്ഥലനിർമ്മിതി അതും കൂടിയാണ് എഴുത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ വസ്തുനിഷ്ഠമായൊരു സ്ഥലവും ആത്മനിഷ്ഠമായി നമ്മളതിനെ അനുഭവിച്ച രീതികളും അതൊക്കെ കൂടി ചേരുമ്പോഴാണ് നമ്മളുടെ പ്രാദേശികത അല്ലെങ്കിൽ നമ്മുടെ കഥയിലെ സ്ഥലം, ഇടം, അതിൻ്റെ നാട്ടുനനവ് എന്ന് പറയുന്ന ഒരു സംഗതി പൂർണ്ണമാവുന്നതെന്ന് തോന്നാറുണ്ട്. അപ്പോൾ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞിട്ട് ഞാൻ നിർത്താം. യമ എന്ന എഴുത്തുകാരിയുടെ പാലം കടക്കുമ്പോൾ പെണ്ണുങ്ങൾ മാത്രം കാണുന്നത് എന്നുള്ളൊരു കഥയുണ്ട്. എനിക്ക് എങ്ങനെയാണ് ഈ സ്ഥലവും ഇടവും പ്രാദേശികതയും ഒക്കെ എങ്ങനെയാണ് ഒരു കഥയിൽ ഏതൊക്കെ രീതിയിലാണ് ഉപയോഗിക്കുന്നത് എന്നതിന് നല്ലൊരു ഉദാഹരണമായിട്ട് തോന്നിയ ഒരു കഥയാണ്. അപ്പോൾ അത് നഗരത്തിൽ നിന്ന് ഒരു സംഘം ഐ ടി മേഖലയുമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പ്, അവരുടെ ഒരു വിരസത മറികടക്കാൻ അല്ലെങ്കിൽ ഒരു വെക്കേഷൻ ചെലവഴിക്കാൻ വേണ്ടി, ഒരു ഹോളിഡേയ്സിന് ചെലവഴിക്കാൻ വേണ്ടി ഒരു എസ്റ്റേറ്റിലേക്ക് വരുന്നതാണ് കഥ. അപ്പോൾ അവിടെ വെച്ചിട്ട് നഗരം എന്ന് പറയുന്നത് ഭയങ്കര വിരസമായ, കണിശമായ, കൃത്യമായ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവിടെയുള്ളത്. പക്ഷേ ഇവിടെ എല്ലാം വളരെ അയവുള്ളതാണ്. തോന്നുമ്പോൾ എഴുന്നേറ്റാൽ മതി, തോന്നുമ്പോൾ എന്ത് കാര്യവും എങ്ങനെയും ചെയ്യാം. വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ഇടമാണ് ഈ ലിസ എന്ന് പറയുന്ന ആളുടെ എസ്റ്റേറ്റ്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഇവരുടെ സംഘത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, അവർ പിരിയുന്നു, ബാക്കിയുള്ളവരെല്ലാവരും തിരിച്ചു പോകുന്നു. അപ്പോൾ കഥയിലെ നായിക
അമുദ എന്ന് പറയുന്ന സ്ത്രീ മാത്രം അവിടെ അവശേഷിക്കുന്നു. അവളൊരു കാട്ടിലേക്ക് പോവാണ്. ആ എസ്റ്റേറ്റിനോട് ചേർന്ന് കിടക്കുന്ന കാട്ടിലേക്ക് ഒരു സഞ്ചാരം നടത്തുകയാണ്. അപ്പോൾ ഒരു പെയിൻറ്റിങ് പോലെയാണ് ആ കഥയിലെ കാര്യങ്ങളൊക്കെ ഈ അമ്മ ചിത്രീകരിച്ചിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് ദൃശ്യ ശകലങ്ങളാണ് ആ കഥയുടെ ആ രണ്ടാം ഭാഗത്തെ രൂപപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു എങ്ങനെയാണ് ഈ ഒരു ഒറ്റത്തടി പാലം അത് കടന്ന് അപ്പുറത്തേക്ക് പോകണം. അപ്പുറത്താണ് പല കാര്യങ്ങളും ഉള്ളത്, കാടിൻ്റെ ഭംഗികളൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങോട്ട് പോകുന്നതിന് മുൻപ് ഈ ഒരു സ്ത്രീക്ക്, നഗരവാസിയായ ഒരു സ്ത്രീക്ക് ഈ വഴുക്കലുള്ള പാലം കടന്ന് പോകാമെന്നുള്ളത് എളുപ്പമല്ല. പക്ഷെ ആ പാലം കടക്കാതെ പറ്റൂല. അപ്പോൾ ആ പാലം കടന്ന് തലയിൽ ചുമടും എടുത്തിട്ട് ഒരു സ്ത്രീ വളരെ അനായാസമായിട്ട്, ഒരു ആദിവാസി സ്ത്രീ അനായാസമായിട്ട് കയറി വരുന്നുണ്ട്. ഒരു നായ കയറി പോകുന്നുണ്ട്. അവർക്കൊക്കെ അത് വളരെ ഈസിയാണ്. പക്ഷേ ഇവൾക്കത് എളുപ്പമല്ല. പക്ഷേ അവസാനം അവൾ ആ പാലം കയറുന്നതാണ് കഥ. അപ്പോൾ ഈ കഥ ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് സ്ഥലവും ഇടവും ഒക്കെ ഒരു കഥയിൽ ഇങ്ങനെ മുഖാമുഖം നിർത്തിയിട്ട് രണ്ട് ദേശങ്ങളെ, രണ്ട് പ്രദേശങ്ങളെ, രണ്ട് സംസ്കാരങ്ങളെ അഭിമുഖമായിട്ട് നിർത്തിയിട്ട് എങ്ങനെയാണ് ആ ഒരു കഥ എഴുതുന്നതെന്നുള്ളതിനൊരു നല്ല പാഠമായിട്ട്, ഒരു ടെക്സ്റ്റായിട്ട് എനിക്ക് ആ കഥയെക്കുറിച്ച് തോന്നാറുണ്ട്. അപ്പോൾ ഇതൊരു നേരത്തെ പറഞ്ഞ പോലെ ആത്മനിഷ്ഠമായിട്ടുള്ള, ഭാവനാത്മകമായിട്ടുള്ളൊരു സ്ഥലത്താണ് നമ്മൾ എല്ലാ എഴുത്തുകാരും എഴുതുന്ന വേളയിൽ അവർ ആ ലോകത്താണ് വ്യാപരിക്കുന്നത്. പക്ഷേ സ്വാഭാവികമായിട്ടും ആ സാങ്കല്പിക ലോകത്തിന് വസ്തുനിഷ്ഠമായ ബാഹ്യലോകവുമായിട്ട് ബന്ധമുണ്ടാവും. ആ ബാഹ്യലോകം എന്ന് പറയുന്നത് നമ്മൾ പണ്ട് അനുഭവിച്ചതോ പണ്ട് ജീവിച്ചതോ പണ്ട് ഇടപെട്ടതോ ആയ ഒരു ഇടമായിരിക്കും. അത് ഏതൊക്കെയോ തരത്തിൽ നമ്മളുടെ അനുഭവങ്ങളുമായിട്ട് നമ്മൾ കണ്ടു പരിചയിച്ചതുമായിട്ട് അതിന് ബന്ധമുണ്ട്. അപ്പോൾ രണ്ടും കൂടി ചേരുമ്പോഴാണ് മനോഹരമായിട്ടുള്ള കഥകൾ രൂപപ്പെടുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പലപ്പോഴും അത് അങ്ങനെ തന്നെ സംഭവിക്കണമെന്നില്ല, അനുപാതങ്ങളൊന്നും കൃത്യമാവണമെന്നില്ല. ഇപ്പോൾ ജേക്കബിൻ്റെ ഒരു കഥ കാച്ചിയ മോരിൻ്റെ മണമുള്ള ഉച്ചനേരങ്ങൾ, ആ പേര് തന്നെ എന്തുമാത്രം ഒരു നാട്ട് നനവ് ഉള്ള ഒരു പേരാണെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. കഥയും അതുപോലെയാണ്. അപ്പോൾ പലപ്പോഴും ഇത്തരം, അതുപോലെ ഫ്രാൻസിസ് നൊറോണയുടെ കൊച്ചിയിലെ തീരപ്രദേശത്തെ ജീവിതമൊക്കെ ആവിഷ്കരിക്കുന്ന കക്കുകളിയൊക്കെ പോലത്തെ കഥകൾ വളരെ മനോഹരമായിട്ട് പ്രാദേശികതയും നാടിനെയും കഥയിലേക്ക് ആവാഹിക്കുന്ന, അല്ലെങ്കിൽ കഥയിലേക്ക് കൊണ്ടുവരുന്നതിന് ഉദാഹരണമായിട്ടുള്ള കഥകളാണ്. അപ്പോൾ പറയാൻ വന്നത് ഇത്രയേ ഉള്ളൂ. കഥ പലപ്പോഴും നമ്മൾ ഒരു ഭൂതകാലവും വർത്തമാനവും ഒക്കെ ഒരു കൂടിക്കുഴയുന്ന, അതേപോലെ ജീവിതത്തെയും കാലത്തെയും ഒക്കെ കുറിച്ചുള്ള നമ്മളുടെ വളരെ ദാർശനികമായിട്ടുള്ള ചില ചിന്തകൾ, വളരെ വൈയക്തികത, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുടെ ഒരു കലർപ്പാണ് കഥ. അതിൽ ഇന്നതൊക്കെയാണുള്ളത്, അങ്ങനെ നമുക്ക് ഓരോന്നിനെയും വേർതിരിച്ചെടുത്ത് പറയാൻ പറ്റില്ല. എല്ലാം കൂടി കലരുമ്പോഴാണത് പോയിറ്റിക്സ് ഓഫ് സ്റ്റോറി എന്ന് വേണമെങ്കിൽ പറയാം, കഥയുടെ പോയിറ്റിക്സ് രൂപപ്പെടുന്നത്. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും നമ്മൾ ജീവിക്കുന്ന ദേശത്തിന്, അല്ലെങ്കിൽ നമ്മൾ പണ്ട് ജീവിച്ചിരുന്ന ദേശത്തിന്, നമ്മുടെ സങ്കല്പത്തിലുള്ള, നമ്മൾ ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്ന, നമ്മൾ കണ്ടു മറന്നുപോയ ഏതോ ഒരു ഇടത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൂടി വരുമ്പോഴാണ് ഇപ്പോൾ ദേശം, സ്ഥലം, ഇടം എന്നൊക്കെ പറയുന്നത് കഥയുടെ ഒരു പശ്ചാത്തലം മാത്രമല്ല, പലപ്പോഴും കഥയുടെ ഘടനയെ തന്നെ രൂപപ്പെടുത്തുന്ന, കഥയുടെ ഭാഷയെ നിർണ്ണയിക്കുന്ന, കഥയുടെ ആന്തരിക ധാരകളെ തീരുമാനിക്കുന്ന അത്രയും നിർണായകമായിട്ടുള്ളൊരു സ്ഥാനമുള്ള ഒന്നുകൂടിയാണ് സ്ഥലം, പ്രാദേശികത എന്ന് പറയുന്നത്. ഇപ്പോൾ കേവലമായിട്ടുള്ള ഒരു ദേശത്തെക്കുറിച്ചുള്ള ആവിഷ്കാരം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളല്ല, സാഹിത്യത്തിൻ്റെ, കഥകളുടെ അനുഭൂതി തലത്തെ നിർണ്ണയിക്കുന്നത് പലപ്പോഴും ഈ നാട്ടുനനവ് ആണെന്ന് പറയാം. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ എന്തെങ്കിലും ചർച്ച വരുമ്പോൾ സംസാരിക്കാം. താങ്ക് യു. പ്രിയപ്പെട്ട ജേക്കബ് എബ്രഹാം, പ്രിയ ജിസ ജോസ്, സ്നേഹമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്നത്തെ സംസാരിക്കാനായി തന്നിരിക്കുന്ന വിഷയം നാട്ടുനനവൂറുന്ന കഥയുടെ കൈവഴികൾ എന്നതുള്ള. ഞാൻ വിചാരിക്കുന്നത് എങ്ങനെയാണ് എന്നിലെ ഒരു എഴുത്തുകാരൻ രൂപപ്പെട്ടത്, അങ്ങനെ ഒരു എഴുത്തുകാരൻ രൂപപ്പെടാനായിട്ട് എന്നെ സഹായിച്ചിട്ടുള്ള എൻ്റെ ദേശം, ആ ദേശത്തിൻ്റെ ഒരു ചരിത്രവും സാമൂഹികപരമായിട്ടുള്ളൊരു പ്രാധാന്യം തുടങ്ങിയ കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കറിയാം, ഏതൊരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വളരെ അനായാസമായി തൻ്റെ രചനയിലേക്ക് കടന്നു വരാൻ കഴിയുന്ന ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്
അയാൾ ജനിച്ച് വളർന്ന അയാളുടെ ദേശം തന്നെയാണ്. നിരവധി ഉദാഹരണങ്ങളുണ്ട്. നമ്മളിപ്പോൾ എം ഡി എ നമ്മൾ പഠിക്കുമ്പോൾ ആ കൂടല്ലൂരും നിളയും കണ്ണാന്തളിപ്പൂക്കളും ആറ്റുവഞ്ഞികളുമൊക്കെ നിറയുന്ന ആ ഒരു നദിയോര ആണ് എം ഡിയുടെ ഒട്ടുമിക്ക രചനകളുടെയും ഒരു പശ്ചാത്തലമായിട്ട് വരുന്നത്. മുകുന്ദനെ നമ്മൾ പഠിക്കുമ്പോഴും മനസ്സിലാകും മയ്യഴിയും ആ പരിസരങ്ങളുമാണ് മുകുന്ദൻ്റെ ആദ്യകാല കൃതികളിൽ. പിന്നെ അദ്ദേഹം എംബസി കാല ജീവിതവുമായി ബന്ധപ്പെട്ട് ഡൽഹി പശ്ചാത്തലമാക്കിയിട്ടുള്ള അദ്ദേഹം ജീവിച്ച ആ ഒരു പരിസരവും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ വന്നിട്ടുള്ളത്. ഏതൊരു എഴുത്തുകാരനെ പരിശോധിക്കുമ്പോഴും അങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. സ്വന്തം ദേശം പറഞ്ഞ് എഴുതി തുടങ്ങുകയാണ് മിക്ക എഴുത്തുകാരും ചെയ്തിട്ടുള്ളത്. ഞാനും അതൊക്കെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ എൻ്റെ ഒരു ദേശത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ജനിച്ചത് ആലപ്പുഴയിലാണ്. ഈ ആലപ്പുഴ എന്ന് പറയുന്നത് നമുക്കറിയാം, കേരളത്തിലെ 14 ജില്ലകളിൽ വെച്ചിട്ട് കാടും മലയുമൊന്നുമില്ലാത്ത ഒരു ജില്ലയാണ് ആലപ്പുഴ. ആലപ്പുഴയ്ക്ക് പ്രാദേശികമായിട്ടൊരു പേരുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ അല്ലെങ്കിൽ ഒരു ഓർമ്മ പുതുക്കൽ പോലെ ഞാൻ പറഞ്ഞു പോവുകയാണ്. കരപ്പുറം എന്നാണ് അതിൻ്റെ പേര്. കരപ്പുറം. ഈ കരപ്പുറത്ത് മാത്രമുള്ള കുറേ ജൈവികമായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. കരപ്പുറത്ത് മാത്രം വളരുന്ന കുറേ ചെടികളുണ്ട്. ഈ നെയ്തലാമ്പലുകൾ പോലെ, ഒറ്റപ്പുന്ന മരങ്ങൾ പോലെയുള്ള കുറേ പ്രത്യേകതകൾ, സസ്യലതാദികൾ, പക്ഷിമൃഗാദികൾ ഒക്കെ ഈ കരപ്പുറത്തിന് മാത്രം പ്രത്യേകതയുള്ള അല്ലെങ്കിൽ നമ്മൾ കരപ്പുറത്ത് മാത്രം കാണുന്ന കുറേ അത്ഭുതകരമായിട്ടുള്ള പ്രകൃതിയുടെ കുറേ സമ്പത്തുകളുണ്ട്. ഈ കരപ്പുറം കൂടാതെ ആലപ്പുഴയോട് ചേർന്നിട്ടുള്ള അല്ലെങ്കിൽ പുറക്കാട് മുതൽ കൊടുങ്ങല്ലൂർ വരെ നീണ്ടു കിടക്കുന്ന ആ ഒരു തിണ അല്ലെങ്കിൽ ഒരു തീരദേശവും തീരദേശ ഗ്രാമവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആ സ്ഥലത്തിന് മറ്റൊരു പേരുണ്ട്. അതിന് നമ്മൾ നെയ്തൽ എന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഈ നെയ്തൽ എന്ന് പറയുന്ന വാക്കിൻ്റെ ഒരു ചരിത്രവും ഉൽപ്പത്തിയും ഒക്കെ നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ നമ്മളത് കണ്ടെത്തുന്നത് സംഘകാല കൃതികളിലാണ്. ഈ പഠിക്കുന്ന പിള്ളേർക്ക് അറിയാൻ പറ്റും, ഈ ചരിത്രം പഠിക്കുന്ന പിള്ളേർക്ക് 5 തിണകളുണ്ടെന്നാണ് പറയുന്നത്. കുറിഞ്ചി തിണ, അത് ഈ മലയോരമായിട്ടുള്ള ഈ ജേക്കബ് എബ്രഹാമൊക്കെ താമസിക്കുന്ന സ്ഥലം കുറിഞ്ചി തിണയെന്ന് പറയും അതിന്. പിന്നെ കാട് വനം ആയിട്ടുള്ള സ്ഥലത്തിന് നമ്മൾ മുല്ലത്തിണയെന്ന് പറയും. പാടവും വയലും ഒക്കെ ആയിട്ട് കിടക്കുന്ന സ്ഥലത്തിന് മരുതം തിണയെന്ന് പറയും. ചതുപ്പും അതുപോലുള്ള സ്ഥലം, അതായത് കൃഷിയോഗ്യമല്ലാതെ ഈ വെള്ളക്കെട്ടുകളായിട്ട് കിടക്കുന്ന സ്ഥലത്തിന് നമ്മൾ പാലത്തിണയെന്ന് പറയും. കടലിനോട് ചേർന്ന് കിടക്കുന്നതിനാണ് നെയ്തൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നെയ്തൽ ആ ഒരു തിണയിലാണ് ഞാൻ താമസിക്കുന്നത്. നെയ്തൽ എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം നമുക്കെല്ലാവർക്കും അറിയാം. ഉപ്പിൻ്റെ ഉവർപ്പുള്ള മണ്ണെന്നാണ് അതിൻ്റെ അർത്ഥം. ഉപ്പിൻ്റെ ഉവർപ്പുള്ള മണ്ണ്. നമ്മൾ ബൈബിള് വായിക്കുമ്പോഴതിനകത്ത് ഇഫ് ദ സോൾട്ട് ലോസസ് ഇറ്റ് സോൾട്ടീനസ് ഹൗ ക്യാൻ ഇറ്റ് അഗെയിൻ മേക്ക് ഇറ്റ് സോൾട്ടി എന്ന് പറഞ്ഞിട്ടൊരു ക്രൈസ്റ്റ് ഇങ്ങനെ ചോദിക്കുന്നത്. ഉപ്പിൻ്റെ ഉവർപ്പ് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അതിനെങ്ങനെയാണ് ഉവർപ്പുണ്ടാവുക? അത് ഉണ്ടാവില്ല. അത് വലിച്ചെറിഞ്ഞിട്ട് മനുഷ്യർക്ക് ചവിട്ടി മെതിക്കാനേ കൊള്ളൂ എന്നൊക്കെ പറഞ്ഞു തരും. അത് മറ്റൊരു വിഷയം. എങ്കിൽ പോലും ആ ഒരു ലവണാംശമുള്ള ഒരു മണ്ണിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് സംഘകാല കൃതികൾ മുതലേ ആ നെയ്തൽ തിണയെക്കുറിച്ചുള്ള ഒരു പരാമർശമുണ്ട്. അപ്പോൾ അത്രയും ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു കരപ്പുറത്താണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ താമസിക്കുന്ന ആ കരപ്പുറത്തിൻ്റെ ദിക്കുകൾ പറയുകയാണെങ്കിൽ അതിൻ്റെ കിഴക്ക് വശം എന്ന് പറയുന്നത് വൈക്കം ചാലാണ്. വൈക്കത്തഷ്ടമി നാളിൽ ഞാൻ അങ്ങനെ പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ വൈക്കമാണ് ഇതിൻ്റെ കിഴക്ക് വശം. തെക്കെന്ന് പറയുന്നത് കൊച്ചി പള്ളുരുത്തിയാണത്. പള്ളുരുത്തിയിലുള്ളൊരു പക്ഷിണിത്തോടെന്ന് പറയുന്നൊരു പാലമുണ്ട്. അതാണ് അതിൻ്റെ എക്സാക്റ്റ് സ്ഥലം, എൻട്രി. പണ്ട് ജലയാനങ്ങൾ വന്നുകൊണ്ടിരുന്നപ്പോൾ അത് കടത്തി വിട്ടുകൊണ്ടിരുന്നത്, അതായത് ഈ കരപ്പുറത്തേക്കുള്ള എൻട്രി അവിടെയായിരുന്നു, ഈ പള്ളുരുത്തിയിലായിരുന്നു. വടക്ക് വശം വാടപ്പുറം എന്ന് പറയുന്ന സ്ഥലമാണ്, പടിഞ്ഞാറ് കടലും. ഇതാണ് അതിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായ എൻ്റെ കഥയെഴുത്ത് ഭൂമികയുടെ ഒരു ഭൂമിശാസ്ത്രവും ചരിത്രപരവുമായിട്ടുള്ളൊരു പ്രത്യേകത. മറ്റൊരു കുറച്ചുകൂടെ വരുമ്പം അതിൻ്റെ അഡ്മിനിസ്ട്രേഷനും അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനത്തിലേക്ക് വരുമ്പോൾ ഈ കരപ്പുറം ആദ്യം ഭരിച്ചിരുന്നത് മൂത്തേടുത്ത് കൈമൾമാരെന്ന് പറയുന്ന ഈ
ജന്മിമാരായിരുന്നു. അതായത് രാജാവിൽ നിന്നും അധികാരം കിട്ടിയിട്ടുള്ള മാടമ്പിമാർ. അത് മൂത്തെടുത്ത കൈമളായിരുന്നു ഈ കരപ്പുറം ഭരിച്ചിരുന്നത്. അവർ ഭരിച്ചിരിക്കുന്ന കാലത്താണ് AD 1540 ഡോം ക്രിസ്റ്റോവ ഡി ഗാമ, വാസ്കോഡ ഗാമയുടെ അളിയനോ ചങ്ങാതിയോ ആരെങ്കിലും ആയിരിക്കാം, എനിക്കറിയില്ല കൃത്യമായിട്ട്. അദ്ദേഹമാണ് ഈ കരപ്പുറം ആദ്യമായിട്ട് കീഴടക്കുന്നത്. 1710 അത് ഡച്ച് അധീനതയിൽ പോകുന്നു, പിന്നീട് ബ്രിട്ടീഷ് ആധിപത്യത്തിലേക്കും വരുന്നുണ്ട്. ഈ ദേശത്ത് ഏറ്റവും കൂടുതൽ തൊഴിലെന്ന് പറയുന്നത് വഞ്ചി നിർമ്മാണമാണ്, പിന്നെ തഴപ്പായ നെയ്ത്തുണ്ട്. എൻ്റെ കക്കുകളി എന്ന് പറയുന്ന കഥയിൽ ഈ ഒരു പ്രാദേശികതയിൽ നിന്നിട്ടാണ് പറയുന്നത്. അതിൽ ഈ തഴപ്പായ നെയ്ത്താണ് അതിനകത്ത് വരുന്നത്. ആ കഥ മാതൃഭൂമിയിൽ അച്ചടിച്ച് വന്നപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം നൽകിയൊരു കാരണം, മാതൃഭൂമിയിലെ ഏറ്റവും പ്രശസ്തനായ ചിത്രകാരനായ K. ഷെരീഫ് അതിൻ്റെ പടം വരച്ചത് തഴപ്പായയുടെ ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു. ആ മാസിക കണ്ടിട്ടുള്ളവർക്കറിയാൻ പറ്റും. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഈ കരപ്പുറം പോർച്ചുഗീസ് ആധിപത്യത്തിൽ നിന്നും ഡച്ച് ആധിപത്യത്തിലേക്ക് വന്ന് പിന്നീട് ബ്രിട്ടീഷ് ആധിപത്യത്തിലേക്ക് പോകുമ്പോഴാണ് അവിടെ കയർ വ്യവസായങ്ങൾ വരുന്നത്. ഒരുപാട് വിദേശ കയർ കമ്പനികളുണ്ട്. വില്യം ഗുഡേക്കർ, ഡാറാസ് മെയിൽ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിദേശ കയർ ഫാക്ടറികളുമൊക്കെ അവിടെ വരുന്നു. അതിനെ തുടർന്ന് അവിടെ ഒരു തൊഴിലാളി വർഗം അവിടെ രൂപപ്പെടുന്നു. അങ്ങനെ ഒരു മുതലാളി തൊഴിലാളി, അതിനു മുൻപ് ജന്മി കുടിയാൻ എന്നുള്ള ഒരു ബന്ധത്തിൽ നിന്നും കുറച്ചുകൂടെ മാറിയിട്ട് അതേ സ്വഭാവത്തിലുള്ള ഒരു മുതലാളി തൊഴിലാളി അന്തരീക്ഷം ആലപ്പുഴയിൽ സംജാതമാകുന്നു. തൊഴിലാളി വർഗത്തിൻ്റെ വളരെ സജീവമായ മുന്നേറ്റമുണ്ടാകുന്നു. പുന്നപ്രവയലാർ സമരം പോലെയുള്ള വളരെ ഐതിഹാസികമായ സമരം അവിടെ ഉണ്ടാകുന്നു. തൊഴിലാളികൾക്ക് അനിഷേധ്യമായ സാന്നിധ്യവും അവരുടേതായിട്ടുള്ള ആ ഒരു സജീവതയും ആലപ്പുഴ എന്ന് പറയുന്ന ആ ജില്ലയ്ക്ക്, പ്രത്യേകിച്ച് വിശിഷ്യ തീരദേശത്തോട് ചേരുന്ന കരപ്പുറത്തിന് സംജാതമാകുന്നു. അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് മേൽക്കോയ്മയിലേക്ക് ആ മണ്ണ് പതുക്കെ മാറുന്നു. ഇതോടൊപ്പം തന്നെ ഈ പോർച്ചുഗീസ് ഡച്ച് അധിനിവേശത്തിൻ്റെ ഭാഗമായി, ബ്രിട്ടീഷ് അധിനിവേശത്തിൻ്റെ ഭാഗമായി ക്രിസ്തീയ ദേവാലയങ്ങൾ ധാരാളം ആ ദേശത്തുണ്ടാകുകയും അത്തരം ഒരു പള്ളിയോട് ചേർന്നിട്ടുള്ള ഒരു ക്രൈസ്തവ അടിത്തറയും അവിടെ വേരുപിടിക്കുകയുണ്ടായി. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇത്തരം ഒരു ക്രിസ്തീയമായിട്ടുള്ള ഒരു അടിത്തറയും കമ്മ്യൂണിസത്തിൻ്റെ ഒരു അടിത്തറ, ഇങ്ങനെ രണ്ട് പില്ലറുകളാണ് ആലപ്പുഴ ശക്തി പ്രാപിച്ചതെന്ന് പറയാം. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, കേരളത്തിലെ 14 ജില്ലകളിൽ ഏറ്റവും ദാരിദ്ര്യപ്പെട്ട ഒരു ജില്ലയായിട്ട് ആലപ്പുഴ ഇന്നും അവശേഷിക്കുന്നു. തോമസ് ഐസക്കിനെ പോലെയുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ വന്നിട്ട് ഒത്തിരി കുടുംബശ്രീ പോലുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അവിടെ ഒരുപാട് മുന്നേറ്റത്തിനുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ക്രിസ്തീയമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിൽ അവിടെ ഒരുപാട് ഇടപെടലുകൾ നടന്നിട്ടുണ്ടെങ്കിൽ പോലും എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അതെന്നെ വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. 14 ജില്ലകളിൽ ഈ ആലപ്പുഴ മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു രോഗാതുരമായ നമ്മൾ ലോകരാഷ്ട്രങ്ങളിൽ പറയുമ്പോൾ തുർക്കിയെ നമ്മൾ രോഗബാധിതരായ ഒരു രാജ്യമെന്ന് പറയും. അതുപോലെ ഒരു രോഗബാധിതമായ ഒരു ജില്ല ആണ് ആലപ്പുഴയെന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്നു. ഒരുപക്ഷെ അതെൻ്റെ തെറ്റിദ്ധാരണയാകും. അങ്ങനെ ഒരു പരിതാപകരമായ അവസ്ഥ ആലപ്പുഴയ്ക്കുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും ഈ ക്രിസ്തീയ അടിത്തറയ്ക്കുമാണെന്നുകൂടി എനിക്ക് സൂചിപ്പിക്കേണ്ടി വരും. അത് എത്രത്തോളം ആളുകൾക്ക് ദഹിക്കുമെന്നും എനിക്കറിയില്ല. ഓക്കെ, ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. ഞാൻ ഈ ഒരു മണ്ണിൽ നിന്നാണ് എഴുതുന്നത്. അപ്പോൾ ഈ ഒരു മണ്ണിൻ്റെ ഒരു ഭാഷാപരമായിട്ടുള്ളൊരു പ്രത്യേകതയെന്ന് പറയുന്നത് ഈ ക്രിസ്ത്യൻ മിഷണറിമാരുടെ നമ്മൾ ആ ഒരു എൻ്റെ അശരണരുടെ സുവിശേഷം എന്ന് പറയുന്ന നോവലിൻ്റെ ഭൂമികയെന്ന് പറയുന്നത് പുറക്കാട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള ഭൂമികയാണ്, ദേശമാണ്. ഈ ദേശത്താണ് ഏറ്റവും കൂടുതൽ അച്ചുകൂടങ്ങൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സെമിനാരികളും രൂപം കൊണ്ടിട്ടുള്ളത് ഈ ദേശത്താണ്. അപ്പോൾ ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ അവിടുത്തെ വ്യവഹാര ഭാഷയിൽ മിഷണറിമാരുടെ ഒരു സജീവമായ സാന്നിധ്യവും ഇടപെടലും ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ ഭാഷയിൽ, മലയാള ഭാഷയിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ
ഇത്തരം ഒരു ഇടപെടലിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ മലയാള സാഹിത്യം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, അത്രയും നാളും ഒരു വരേണ്യ സാഹിത്യത്തിൻ്റെ, അതായത് പാണ്ഡിത്യത്തിൻ്റെ ഔന്നിത്യമുള്ള മലയാളം ശ്രേഷ്ഠ ഭാഷയായി കരുതിയിരുന്നതും അതിനെ മാത്രം അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നതുമായ ഒരു പശ്ചാത്തലമുള്ള മലയാള ഭാഷാ സാഹിത്യത്തിലേക്ക് ഈ മിഷണറിമാരുടെ കടന്നുവരവോടുകൂടി ഭാഷയിലെ വ്യവഹാര ഭാഷയുടെ സജീവമായ ഇടപെടലുകളുണ്ടാകുന്നു. മിഷണറിമാർ അവരുടെ മതപരിവർത്തനത്തിന് വേണ്ടിയാണെങ്കിൽ പോലും ഈ ഭാഷ പഠിക്കുന്നതിൻ്റെ ഭാഗമായി അവരൊരുപാട് നിഘണ്ടുകളും ഭാഷാ വ്യാകരണ പുസ്തകങ്ങളും തയ്യാറാക്കുന്നു. അത്തരത്തിൽ അവർ ഭാഷയുമായി ഇടപെടുന്നത് കൂടുതലും ഈ തീരദേശ നെയ്തലെന്ന് പറയുന്ന മണ്ണിൽ നിന്നുകൊണ്ടാണ്. നിങ്ങൾക്കറിയാം, ഈ ഭാഷയുടെ വ്യവഹാരികമായ നമ്മൾ വർത്തമാന ഭാഷയുമായി ബന്ധപ്പെടുത്തി മലയാളത്തെ അത്രയും സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ മിഷണറിമാർ ഒരു പുത്തൻ ഭാഷയുടെ കൈവഴി വെട്ടിത്തുറന്നുകൊണ്ട് വരുന്നതിൻ്റെ ആദ്യത്തെ അടയാളമെന്ന് പറയുന്നത് 1599 ഉദയംപെരൂരിൽ കൂടിയ സുനഹദോസിലാണ് നമ്മളതിൻ്റെ കൃത്യമായ ലിഖിത രൂപം കാണുന്നത്. 1599 ജൂൺ 20 മുതൽ 26 വരെ എറണാകുളം ജില്ലയിലെ ഉദയംപെരൂരിൽ വെച്ച് കൂടിയ ഒരു കത്ത് ക്രിസ്തീയ സഭയുടെ അടിത്തറയിൽ നിന്നുകൊണ്ടിട്ടുള്ള ഒരു യോഗം, അതിൻ്റെ നടപടിക്രമങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. അതിന് ഉദയംപെരൂർ സുനഹദോസ് കാനോനികകളാണെന്നാണ് പറയുന്നത്. ഈ ഉദയംപെരൂർ സുനഹദോസ് കാനോനികൾ മുഴുവൻ എഴുതിയത് കൊച്ചി പള്ളൂരുത്തി സ്വദേശിയായ ഒരു യാക്കോബ് കത്തനാരാണ്. തീരദേശവുമായി ചേർന്ന് ജീവിക്കുന്ന ഒരു കത്തനാരായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ലിഖിതങ്ങളിലെല്ലാം ഈ ഒരു തീരത്തിൻ്റെ വർത്തമാന ഭാഷ ഈ ഒരു ഉദയംപെരൂർ സുനഹദോസിൻ്റെ കാനോനികളിൽ പ്രതിഫലിക്കാൻ തുടങ്ങി. അത് സാധാരണ ജനങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകും. അന്ന് വരെ ക്ലിഷ്ടവും ക്ലേശവും പാണ്ഡിത്യവും നിറഞ്ഞ വരേണ്യ ഭാഷയുടെ ആധിപത്യത്തിൽ കഴിഞ്ഞിരുന്ന മലയാള സാഹിത്യത്തിന് വേറിട്ടൊരു കൈവഴിയായിരുന്നു ഈ ഉദയംപെരൂർ സുനഹദോസ് കാനോനികകൾ. അപ്പോൾ അത്തരം ഒരു ഭാഷയെ സാധാരണ ജനങ്ങൾ ഏറ്റെടുക്കാൻ തുടങ്ങിയപ്പോൾ ഈ വരേണ്യ ഭാഷയുടെ പാണ്ഡിത്യം നിറഞ്ഞ ഭാഷയുടെ സംരക്ഷകരായിട്ടുള്ളവർക്ക് വളരെ അസ്വസ്ഥത നിറഞ്ഞൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് ഇത്തരം ഒരു മിഷണറിമാർ കൊണ്ടുവന്ന സാഹിത്യത്തെ അവർ കളിയാക്കി പാതിരി മലയാളം എന്ന് വിളിക്കാൻ തുടങ്ങി. പാതിരി മലയാളം എന്ന് അവർ വിളിച്ചത് അത് കളിയാക്കി തന്നെയാണ്. അതൊരു മിളേച്ഛമായ ഭാഷയെന്നുള്ളതായിരുന്നു. അപ്പം ഇത്തരത്തിലൊരു പാതിരി മലയാള ഭാഷയുടെ, അതായത് ഒരു നാട്ടുമൊഴികളുടെ അല്ലെങ്കിൽ ഏറ്റവും സാധാരണക്കാരന് പോലും മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു ഭാഷയുടെ ഒരു കൈവഴി ഈ പാതിരി മലയാളം തുറന്നിട്ട് തന്നു. അപ്പോൾ ഇതാണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ആ കടലോര ഭാഷയുടെ അല്ലെങ്കിൽ തീരദേശ ഭാഷയുടെ അല്ലെങ്കിൽ ആ നെയ്തൽ തിണയിൽ നിന്നുകൊണ്ടുള്ള എൻ്റെ എഴുത്തിനെ സ്വാധീനിച്ചിട്ടുള്ള ചരിത്രപരവും സാമൂഹ്യപരവും രാഷ്ട്രീയപരവുമായിട്ടുള്ള പശ്ചാത്തലം. ഇനി നിങ്ങൾ എൻ്റെ കൃതികളെടുത്ത് വായിച്ചു നോക്കൂ. നിരവധി നാട്ടുപദങ്ങളാണ്. ഞാൻ കഴിയുന്നിടത്തോളം അതിൽ ഒരു സാധാരണ മനുഷ്യന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള പാണ്ഡിത്യം നിറഞ്ഞിട്ടുള്ള സംസ്കൃതത്തിൻ്റെ ചുവയുള്ള സകല വാക്കുകളും മാറ്റിവെച്ചിട്ട് അതിന് പകരമായിട്ട് എൻ്റെ തീരദേശ ഗ്രാമത്തിൽ ഉപയോഗിക്കുന്നതും അവർ വ്യവഹാരങ്ങളിൽ സംസാരിക്കുന്നതുമായിട്ടുള്ള തനി നാട്ടുപദങ്ങൾ കൊണ്ടുവന്ന് അത്തരമൊരു ഭാഷയെ ഞാൻ മലയാള സാഹിത്യത്തിൻ്റെ തിരുമുറ്റത്ത് കൊണ്ടുവന്ന് ധീരതയോടെ ഒരു പ്രതിഷ്ഠിക്കാൻ ഞാൻ ധൈര്യം കാട്ടി. എൻ്റെയോ മലയാള ഭാഷയുടെയോ ഒരു ഭാഗ്യമെന്നാണ് ഞാൻ കരുതുന്നത്. അത്തരം ഒരു ബേസിൽ നിന്നുകൊണ്ട്, അടിത്തറയിൽ നിന്നുകൊണ്ട് ഞാൻ എഴുതിയ കഥകളി, തൊട്ടപ്പൻ തുടങ്ങിയ നിരവധി കഥകൾ മലയാളികൾ ആഘോഷപൂർവ്വം ഏറ്റെടുത്തു. ഞാൻ വെറുതെ പറയുന്നതല്ല. മലയാള സാഹിത്യത്തിൽ മാതൃഭൂമി പോലുള്ള ഒരു ആഴ്ചപ്പതിപ്പിൽ കഥ വരികയെന്ന് പറഞ്ഞാൽ അതൊരു സ്വീകാര്യതയാണ് എന്ന് നമ്മൾ അഭിമാനിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു മലയാള ഭാഷയുടെ ഒരു കാലഘട്ടത്തിൽ കക്കുകളി എന്ന് പറയുന്ന എൻ്റെ കഥ അതിൻ്റെ
കവർ സ്റ്റോറിയായിട്ട് മാതൃഭൂമി പ്രിൻ്റ് ചെയ്യാൻ സന്നദ്ധമായി എന്നുള്ളത് ഞാൻ ഇത്തരുണത്തിൽ മുന്നോട്ട് വെച്ച നാട്ടുഭാഷയ്ക്ക് കിട്ടിയ ഒരു അംഗീകാരമാണെന്ന് ഞാൻ വിശ്വസിക്കുകയും അതിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു. എൻ്റെ എഴുത്തിനെക്കുറിച്ച് പറയുമ്പോൾ ഞാനൊരു തീരദേശ എഴുത്തുകാരനാണെന്ന് പറയും. വളരെ കുറച്ച് കഥകളും ഒരു നോവൽ മാത്രമേ ഞാൻ തീരദേശ ഭാഷയെക്കുറിച്ച് എഴുതിയിട്ടുള്ളൂ. എങ്കിൽ പോലും എന്നെ പരാമർശിക്കുമ്പോഴൊക്കെ ഈ തീരദേശ ഭാഷയെ പരാമർശിക്കുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ അഭിമാനം കൊള്ളാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണം സാധാരണ ജനങ്ങൾക്ക് അപ്രാപ്യമായിരുന്ന ഈ സംസ്കൃതം കലർന്ന ഈ വരേണ്യ ഭാഷയുടെ പാണ്ഡിത്യത്തിൽ നിന്നും മലയാള ഭാഷയെ നാട്ടുമൊഴിയുടെ നനവൂർന്ന മണ്ണിലേക്ക് കൊണ്ടുവരുവാൻ എനിക്ക് കഴിഞ്ഞു. അതിൻ്റെ ഒരു വേരെന്ന് പറയുന്നത് ഞാൻ താമസിച്ച അല്ലെങ്കിൽ ഞാൻ കാലൂന്നി നടക്കുന്ന ആ മണ്ണിലെ പാതിരി മലയാളമാണെന്ന് പറയുന്നതിനും എനിക്ക് അഭിമാനമുണ്ട്. MDയുടെ നാലുകെട്ടിൽ അപ്പുണ്ണി എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. അപ്പുണ്ണിയുടെ അമ്മ അപ്പുണ്ണിയോട് പറയും, അപ്പുണ്ണിയെ എന്ത് ഇരുട്ടാണ് ഇതിനകത്ത്. അപ്പോൾ അപ്പുണ്ണി പറയും, ഇരുട്ടാണെങ്കിൽ അമ്മേ നമുക്ക് ഈ ഇല്ലം പൊളിച്ചു കളഞ്ഞിട്ട് മറ്റൊരു വീട് പണിയാം, നിറയെ ജനാലകളും വാതിലുകളും വെളിച്ചവും കടന്നു വരുന്ന ഒരു വീട് പണിയാമെന്ന് അപ്പുണ്ണി പറയുന്നു. ക്ലിഷ്ടവും സാധാരണ ജനത്തിന് പ്രവേശിക്കാൻ കഴിയാത്ത വിധം പാണ്ഡിത്യ പ്രയോഗങ്ങളാൽ കൊട്ടിയടയ്ക്കപ്പെട്ട മലയാള സാഹിത്യമെന്ന ഇല്ലത്തെ പൊളിച്ചു പണിയാൻ പാതിരി മലയാളത്തിനും ഈ നാട്ടുവഴക്കങ്ങളുടെ തനിമയുള്ള നാട്ടുഭാഷാ കൈവഴികൾക്കും കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സെഷൻ ഒരു മോഡറേറ്റർ ഇല്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്, അതിൻ്റെ ഒരു അഭാവമുണ്ട്. എങ്കിലും ഈ രണ്ട് എഴുത്തുകാരും പ്രിയപ്പെട്ട ജിസ ജോസും ഫ്രാൻസിസ് നെറോണയും അവരവരുടെ കഥയുടെ തലങ്ങളാണ്, കഥ എഴുതുന്ന വിധമാണ് പറഞ്ഞത്, അവരുടെ മണ്ണിനെക്കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ പത്തനംതിട്ടയിലെ റബ്ബർ തോട്ടങ്ങൾക്കിടയിലെ മലനിരകളിൽ നിന്ന് എഴുതുന്ന ഒരു എഴുത്തുകാരനാണ്. തിരുവനന്തപുരത്ത് ജീവിച്ചുകൊണ്ടാണ് കഥകൾ എഴുതുന്നത്. തിരുവനന്തപുരത്തെ കഥയും ഞാൻ എഴുതിയിട്ടുണ്ട്. പത്തനംതിട്ടയുടെ കഥകളാണ് ഞാൻ കൂടുതലായിട്ട് പറയുന്നത്. എൻ്റെ വല്യപ്പൻ ഒരു കാളവണ്ടിക്കാരനായിരുന്നു. കുട്ടിക്കാലത്ത് വല്യപ്പൻ്റെ കൂടെ രാവിലെ ഓമല്ലൂർ ചന്തയിലേക്ക് വല്യപ്പൻ കാളവണ്ടിയിൽ നിറയെ വാഴയും തേങ്ങയും ഒക്കെ ആയിട്ട് ഓമല്ലൂർ ചന്തയിലേക്ക് ഞങ്ങളുടെ മലയിറങ്ങി ഇങ്ങനെ പോകും. ആ സമയത്ത് കാളവണ്ടിയുടെ മുന്നിലെ ചെറിയ ചെറിയ വിളക്കിൻ്റെ സമീപത്തായിട്ട് കാളവണ്ടിയുടെ മുന്നിൽ ഞാനിരിക്കും. 4ലോ 5ലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇരിക്കുമ്പോൾ ചെറിയ പ്രകാശത്തിൽ, രാവിലെ പുലർച്ചയിലെ ചെറിയ പ്രകാശത്തിൽ ഞങ്ങളുടെ നാട്ടുകാർ മലയിറങ്ങി പല വഴിക്ക് പണിക്കായിട്ടും ചന്തയിലേക്കും നാടൻ പണികൾക്കായിട്ടൊക്കെ പോകുന്നത് കാണാം. അവർ പറയുന്ന വാക്കുകളിൽ പലപ്പോഴും നമ്മുടെ പത്തനംതിട്ട ഭാഷ ഇടകലർന്നിരിക്കും. അവർ ഇച്ചിരി ദൂരം പോവാം, അല്ലെങ്കിൽ ഇവിടുന്ന് എന്നോത്തിനാ ഇപ്പോൾ അങ്ങോട്ട് പോയിട്ട് കാര്യം, കുറച്ചുകൂടി എന്ന ഒരു വ്യാക്ഷേപമാണ് പത്തനംതിട്ടയുടെ സംസാര ശൈലിയിൽ എപ്പോഴും കടന്നു വരുന്നത്. നിങ്ങളിപ്പോൾ ഒരാളോട്, പത്തനംതിട്ടയിലുള്ള ഒരാളോട് എന്തുകൊണ്ട് വിശേഷം എന്ന് ചോദിച്ചാൽ എന്ന ഒറ്റ ഉത്തരം കൊണ്ട് ഒരു വലിയ പാരഗ്രാഫോ അല്ലെങ്കിൽ വലിയ 2 പേജോ പറയാനുള്ള ഒരു കാര്യത്തെ അദ്ദേഹം ഒതുക്കുന്നത് നിങ്ങൾക്ക് കാണാം. പിന്നെ മക്കൾക്കൊക്കെ സുഖമാണോ എന്ന് ചോദിച്ചാലും എന്ന വാക്ക് തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. എങ്ങനെ പോകുന്നു ഇപ്പം കാര്യങ്ങളൊക്കെ എന്ന് ചോദിച്ചാലും എന്ന വാചകത്തിൽ അത് തീരും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ നാട്ടുഭാഷ എന്ന് പറയുന്നത് നമ്മുടെ വികാരങ്ങളിലെ വളരെ ചെറിയ വാക്കുകൾ കൊണ്ട് വാക്രീകരണം കൊണ്ട് നിർമ്മിച്ചെടുക്കുന്ന ഒരു പദസഞ്ചയമാണ് പത്തനംതിട്ടയുടെ ഒരു പ്രയോഗങ്ങളുടെ കുറേ ഭാഗങ്ങൾ. ഞാൻ കഴിഞ്ഞിടയ്ക്ക് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എഴുതിയ വാനിൽ നിന്നൊരു മകുടം എന്നൊരു ചെറുകഥയുണ്ട്. അതിൽ പത്തനംതിട്ടക്കാർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പോയി ജീവിക്കുന്നവരാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, ബെന്യാമിൻ്റെ നോവലുകളിലും കഥകളിലൂടെയൊക്കെ. അതുപോലെ തന്നെ വിനു എബ്രഹാം മാത്യു, മുട്ടത്ത് വർക്കി, ഇവരൊക്കെ തന്നെ കടന്നു വന്ന ആ വഴിയിൽ പത്തനംതിട്ടക്കാർ ലോകത്തിൻ്റെ പല ഭാഗത്തും പോയി ജീവിക്കുമ്പോൾ അവരവിടെ ഒരു പത്തനംതിട്ടയെ നട്ടുപിടിപ്പിക്കാറുണ്ട്. പലപ്പോഴും ഞാൻ തിരുവനന്തപുരത്ത് ജീവിക്കുന്ന ഞാൻ ഇവിടെ ഒരു പത്തനംതിട്ട എൻ്റെ ചുറ്റുവട്ടത്ത് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും എൻ്റെ വീട്ടിൽ, എൻ്റെ ഭാര്യ തിരുവനന്തപുരത്തുകാരിയാണ്, ഇച്ചിരി എന്ന വാക്ക് പറയുമ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് അത് മനസ്സിലാവാറില്ല. അപ്പോൾ എങ്ങോട്ടാ, എന്നാത്തിന എന്ന് തുടങ്ങിയ പ്രയോഗങ്ങളോ ഭാഷകളോ പലപ്പോഴും ഇവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം
ഒരു ഭാഷ ആണ് പെട്ടെന്ന് നമ്മളെ ഒറ്റിക്കൊടുക്കുന്ന ഒരു സാധനം. ഇപ്പം ഞാൻ പലപ്പോഴും ജിസ ടീച്ചറിൻ്റെ നാടായ കണ്ണൂരിൽ മാതൃഭൂമിയിൽ ഞാൻ കുറച്ചു കാലം ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് ഞാൻ ഇവിടുത്തെ പലചരക്ക് കട എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ ഏത് നാട്ടുകാരനാണ് എന്നാണ് എന്നോട് ആദ്യം ചോദിച്ചത്. ഞാൻ പറഞ്ഞു, ഞാൻ പത്തനംതിട്ടയിൽ നിന്നാണ് വരുന്നത്. അപ്പം നമ്മുടെ ഭാഷയാണ് നമ്മുടെ ഏത് ലോകത്ത് പോയാലും നമ്മളെ ഒറ്റിക്കൊടുക്കുന്ന ഒരു സാധനം. നിങ്ങൾ എവിടെ വർത്തമാനം പറഞ്ഞാലും നിങ്ങൾ ഏത് നാട്ടുകാരനാണെന്ന് മറ്റൊരു നാട്ടുകാരൻ നിങ്ങളെ പെട്ടെന്ന് തിരിച്ചറിയുന്നത് ഭാഷ കൊണ്ടാണ്. ഒരു കണ്ണൂരുകാരൻ തിരുവനന്തപുരത്ത് വന്ന് ഏടെയാ ഇവിടെ സെക്രട്ടേറിയറ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്നറിയാം അയാൾ കണ്ണൂരിൽ നിന്ന് രാവിലെ ജനശാബ്ദിക്കോ അല്ലെങ്കിൽ മലബാറിനോ വന്നിറങ്ങിയിട്ട് സെക്രട്ടേറിയറ്റിലേക്ക് പോകുന്ന ആളാണ്. അപ്പം ഇങ്ങനെ നാട്ടു നനമൂറുന്ന ഈ ഭാഷ എന്ന് പറയുന്ന ഈ തീമിൽ നമ്മൾ സംസാരിക്കുമ്പോൾ പലപ്പോഴും ഈ കഥയിൽ എങ്ങനെയാണ് ഭാഷ പ്രയോഗിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പം മുമ്പ് പറഞ്ഞ പോലെ കാച്ചിയമോരിൻ്റെ മണമുള്ള ഉച്ചനേരങ്ങൾ എന്നൊരു ചെറുകഥ ഞാൻ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരു പുസ്തകമുണ്ട്, ചിന്ത പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ. അപ്പം ആ കഥയിൽ പലപ്പോഴും ഈ കാച്ചിയമോര് എന്ന് പറയുന്ന ഈ അടുത്ത കാലത്ത് ഒരു ഹോസ്റ്റലിൻ്റെ ഏതോ സ്ഥലത്തുള്ളൊരു ഹോസ്റ്റലിൻ്റെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്ന ഒരു മെസ്സേജ് ഒരാൾ എനിക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായി. അപ്പം ഈ ഹോസ്റ്റൽ എറണാകുളത്തുള്ള ഏത് ഹോസ്റ്റലാണ്, അവിടെ ചോദിച്ചു ഉച്ചയ്ക്ക് എന്താണ് മെനു എന്ന്. ഹോസ്റ്റലിൽ ഇന്ന് കാച്ചിയമോരിൻ്റെ മണമുള്ള ഉച്ചനേരമാണെന്ന് ഒരാൾ എഴുതിയത് എനിക്ക് എഴുതി അയച്ചിരിക്കുകയുണ്ടായി. അപ്പോൾ ഒരു ഫോർവേഡ് ചെയ്തിരിക്കുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഭാഷയെ എപ്പോഴും അതിലേക്ക് കയറ്റിവിടുന്നത്, നമ്മുടെ കഥകളിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ നാട്ടുകാർക്ക് മാത്രമല്ല, നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ ദേശത്തിന് പുറത്തുള്ളൊരു വായനാ ലോകത്തിന് വളരെ വിസ്മയകരമായിരിക്കും. അപ്പം നമുക്കറിയാം, ഒരു കാലത്ത് എല്ലാവരും ഇപ്പം MD പരാമർശിച്ചുകൊണ്ട് പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ഇല്യ എങ്ങോട്ടാ, ഇല്യ കുട്ടിയെ എന്നൊക്കെ തിരുവനന്തപുരത്തുകാരൻ പോലും എന്തരെണ്ണ വിശേഷം എന്ന് ചോദിക്കേണ്ട തിരുവനന്തപുരത്തുകാരൻ പോകണം ഇല്യ കുട്ടിയെ എന്ന് പറയുന്ന ഒരു കാലഘട്ടം നമ്മുടെ ഭാഷയിലൂടെ നമുക്കൊരു പക്ഷേ അത് സ്റ്റാൻഡേർഡൈസ് ചെയ്ത് വന്നിരുന്നു. പക്ഷേ ഇന്ന് പുതിയ മലയാള കഥ എത്തി നിൽക്കുന്നത് ഇപ്പോൾ ഫ്രാൻസിസ് നെറോണ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഈ ഭാഷയെ പുതിയ രീതിയിൽ ഇപ്പം തിരുവനന്തപുരത്തെ ഭാഷയിൽ തന്നെ നിങ്ങൾക്ക് കഥ എഴുതാം. ഇവിടുത്തെ ഭാഷയുടെ യാതൊരു പ്രത്യേകത ഉപയോഗിക്കാതെ ഇവിടുത്തെ നാട്ടുവാക്കുകൾ ഉപയോഗിച്ച് കഥ എഴുതാം. ഇപ്പം പത്തനംതിട്ടയിൽ നിന്ന് എനിക്ക് കഥകൾ എഴുതാം ആ രീതിയിൽ. അപ്പോൾ ഇങ്ങനെ ഭാഷാ സംക്രമണം, വൈവിധ്യങ്ങളെ സ്വീകരിക്കാനുള്ളൊരു തുറന്ന മനസ്സ് മലയാളി വായനക്കാർ സ്വീകരിച്ചു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഇതിനു മുമ്പ് ഇതുണ്ടായിട്ടുണ്ട്. നമ്മൾ ബഷീറിൻ്റെ കഥകളോ നോവലുകളോ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ മുട്ടത്തുറക്കിയുടെ നോവലുകൾ വായിക്കുമ്പോഴൊക്കെ ഈ ഭാഷ പ്രയോഗങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. പലപ്പോഴും ഒരു മൈഗ്രേഷൻ സ്വഭാവമുള്ള, കുടിയേറ്റ സ്വഭാവമുള്ള ഭാഷയാണ് മധ്യ തിരുവിതാംകൂറിലേത് എന്ന് പറയാറുണ്ട്. കാരണം നേഴ്സുമാരുടെ ഒരു സഞ്ചാര പദത്തിലൂടെയാണ് തിരുവല്ല, കോഴഞ്ചേരി, പത്തനംതിട്ട പ്രദേശങ്ങളിലെ ഭാഷ നാട് വിട്ടുപോയത്. എൻ്റെ നാട്ടിലെ 120ഓളം സ്ഥലങ്ങളെ ഞാൻ എൻ്റെ കഥയിൽ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് തിരുവല്ല മാർത്തോമ കോളേജിൽ റിസർച്ച് ചെയ്യുന്നൊരു കുട്ടി എൻ്റെ കഥകളിലെ സ്ഥലപ്പേരുകളിലാണ് റിസർച്ച് ചെയ്യുന്നത്. ഇലന്തൂർ, വാര്യാപുരം, തെക്കേമല, റാന്നി, കടമ്മനിട്ട തുടങ്ങി എൻ്റെ ജില്ലയിലെ മിക്കവാറും സ്ഥലപ്പേരുകളെല്ലാം തന്നെ എൻ്റെ കഥയിൽ ഞാൻ കഥാപാത്രങ്ങളിലൂടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു എഴുത്തുകാരന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് സ്വന്തം നാടിൻ്റെ മണ്ണിനെയും ഇടങ്ങളെയും അവിടെ ജീവിക്കുന്ന മനുഷ്യരെയും അടയാളപ്പെടുത്തി വെക്കുക എന്നുള്ളതാണ്. ജെയിംസ് ജോയ്സ് യുളീസസ് എന്ന് പറയുന്ന വിഖ്യാതമായ കൃതി എഴുതിയപ്പോൾ അതിൽ 2 പേജ്, 2 പാരഗ്രാഫ്, 2 പേജോ 2 അധ്യായങ്ങൾ നിറയെ ഒരു തെരുവിൻ്റെ പേരുകൾ മാത്രമാണ്. ആ നാട്ടിലെ യുളീസസ് എഴുതിയ അയർലൻഡിലെ തെരുവുകളുടെ പേരുകളാണ് അദ്ദേഹം 2-3 പേജുകൾ നിറയെ എഴുതി വെച്ചിരിക്കുന്നത്. ഇതിനു മുമ്പും ഇംഗ്ലീഷ് സാഹിത്യം നോക്കുകയാണെങ്കിൽ തോമസ് ഹാർഡിയുടെ വെസെക്സ് നോവലുകൾ എന്നുള്ളത് ഇംഗ്ലണ്ടിൻ്റെ 2 പ്രദേശത്തുള്ള കഥകളാണ് അദ്ദേഹം പറഞ്ഞത്. ആ നാട്ടിലെ ജീവിതമാണ്. നാട്ടുനനവ് എന്ന് പറയുന്നത് ഒരു കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഗതിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ലോകത്തെമ്പാടുമുള്ള എഴുത്തുകാർ സ്വന്തം പ്രാദേശിക ഭാഷയിൽ സ്വന്തം ജീവിതങ്ങളെ, ഇപ്പോൾ മുഹമ്മദ് ഹനീഫ് എന്ന് പറയുന്ന ഒരു പാകിസ്ഥാനി എഴുത്തുകാരനുണ്ട്, എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹം പഷ്തൂൺ വംശജരായ സ്വാത്ത് താഴ്വരയിലെ മനുഷ്യരുടെ കഥകളാണ് അദ്ദേഹം എഴുതാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ധാരാളം എഴുത്തുകാർ സ്വന്തം നാടിനെയും സംസ്കൃതിയെയും തങ്ങളുടെ പാരമ്പര്യത്തെയും വാക്കുകളിലൂടെ, ആ വാക്കുകളിൽ ജീവിക്കുന്ന മനുഷ്യരിലൂടെ ആണ് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വിഷയത്തെപ്പറ്റി എനിക്ക് പറയാൻ തോന്നുന്നത്. കാരണം ഈ കഥകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പുതിയ കാലത്ത് ഒരു നാട്ടുനനവ്, ഇപ്പം തോട്ടിൻകര രാജ്യം എന്ന് പറഞ്ഞ് ഞാനൊരു കഥ എഴുതിയുണ്ട്, മാധ്യമം ആഴ്ചപ്പതിപ്പ് വന്ന കഥയാണ്. അതിൽ ഞങ്ങളുടെ നാട്ടിലെ ഒരു കൈത്തോടിനെ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ തോട് ഇടയ്ക്ക് നിറഞ്ഞു കവിയുകയും
വേനൽക്കാലത്ത് പാടെ വറ്റിപ്പോകുകയും ചെയ്യുന്ന ഒരു കൈത്തോടാണ്. ഈ തോടിന് രണ്ട് സൈഡിലായിട്ട് മനുഷ്യർ ജീവിക്കുന്നുണ്ട്. അവിടുത്തെ ജീവിതം വെച്ചുകൊണ്ടാണ് ഈ തോടൊഴുകുന്ന വഴി മാത്രമാണ് ഈ കഥയിലുള്ളത്. തോട് എവിടെ അവസാനിക്കുന്നു, തോട് എവിടെ തുടങ്ങുന്നു. ഇങ്ങനെ നാട്ടുതോടുകൾ, കൈത്തോടുകൾ, നാട്ടിലെ കൈത പോലുള്ള ചെടികൾ, കൈതച്ചെടികൾ, ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന മലയോരത്തെ മനുഷ്യർ, മൃഗങ്ങൾ, പക്ഷികൾ, പറവജാതികൾ, ഇതിനെല്ലാം തന്നെ നമുക്ക് കഥയിൽ എടുത്ത് വെക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. ഇത്രയുമാണ് ഈ സെഷനിൽ എനിക്ക് സംസാരിക്കാനുള്ളത്. ഇനി നിങ്ങളുടെ ചോദ്യങ്ങൾക്കായിട്ട് 5 മിനിറ്റ് കരുതുകയാണ്. അപ്പം ഈ മോഡറേറ്റർ ഇല്ലാത്തതുകൊണ്ട് ഇനി 5 മിനിറ്റ് 3 എഴുത്തുകാരുമായിട്ട് നിങ്ങൾക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾക്കായിട്ട് കരുതി വെച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കഥയുടെ നാട്ടുവഴികൾ എങ്ങനെയാണ് ഒരു ഭാഷ മാത്രമായി തീരുന്നത്? ആ നാടിൻ്റെ സംസ്കാരങ്ങളുണ്ട്, നിറങ്ങളുണ്ട്, വൈവിധ്യങ്ങളുണ്ട്, ഭൂമികയുണ്ട്, എല്ലാം ഉണ്ട്. എങ്ങനെയാണ് ഒരു നാട്ടുവഴികളുടെ നാട്ടു നനവൂറുന്ന കഥയുടെ കൈവഴികൾ നമുക്കൊരു ഭാഷ മാത്രമായിട്ട് എങ്ങനെയാണ് ഒതുക്കാൻ കഴിയുന്നത്? നല്ല ചോദ്യമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല നമ്മളാരും ഇവിടെ സംസാരിച്ച 3 ആളും ഭാഷയാണ് നാട്ടു നനവ് ഊറുന്ന കഥയുടെ കൈവഴികൾ എന്നുള്ളതിൽ ഭാഷയെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞതെന്ന് തോന്നുന്നില്ല. ഭാഷ മാത്രമല്ല, തീർച്ചയായിട്ടും അല്ല, പക്ഷേ ഭാഷയും അതിലുണ്ട്. ആ ഭാഷ, പ്രത്യേക ഭാഷ സംസാരിക്കുന്ന ആളുകളുടെ കൾച്ചർ, അതിൻ്റെ രാഷ്ട്രീയം, അതൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഫ്രാൻസിസ് നൊറോണ പറഞ്ഞ ഉദാഹരണം വളരെ ശക്തമാണ്. അപ്പോൾ അതിന് മലയാളം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരുന്ന, അല്ലെങ്കിൽ ഒരു നിലവാരം താണതെന്ന് വിചാരിച്ചിരുന്ന ഒരു ഭാഷയെ കഥയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ ഭാഷ മാത്രമല്ല കൊണ്ടുവരുന്നത്, ആ ഭാഷ സംസാരിക്കുന്ന 2 നഗരവാസികളെ അല്ല, അല്ലെങ്കിൽ ഒരു നഗരത്തിലല്ല അത് സംസാരിക്കുന്ന ആളുകൾ. അവർ ആ തീരദേശ ജീവിതം അതിനെ മുഴുവൻ സംസ്കാരത്തോടും കൂടി കഥയിൽ ആവിഷ്കരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ ഭാഷ കൂടി വേണം. നമ്മൾ പണ്ടൊക്കെ പറയാറുണ്ടല്ലോ, MT വാസുദേവൻ നായരുടെയൊക്കെ സിനിമകളുടെ ഒരു ഇമ്പാക്റ്റ് കൊണ്ടായിരിക്കാം എല്ലാ കഥാപാത്രങ്ങളും, വള്ളുവനാടൻ മലയാളം സംസാരിക്കുന്ന കഥാപാത്രങ്ങൾ സിനിമയിൽ വളരെ വ്യാപകമായ ഒരു കാലമുണ്ട്. അപ്പോൾ അതൊരു വരേണ്യമായിട്ടുള്ളൊരു സവർണ അഭിരുചിക്ക് ഇണങ്ങിയ ഭാഷയാണെന്നുള്ളൊരു ധാരണയുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം അങ്ങനെയല്ല. ജേക്കബൊക്കെ പറഞ്ഞ പോലെ ഏത് ദേശത്തിൻ്റെ ഭാഷയ്ക്കും അതിൻ്റെ സവിശേഷതകളുണ്ട്. ആ ദേശത്തെ, ആ ഭാഷ സംസാരിക്കുന്ന, ആ പ്രാദേശിക ഭേദം സംസാരിക്കുന്ന ആളുകളുടെ ജീവിതം, അവരുടെ രാഷ്ട്രീയം, അവരുടെ മൂല്യബോധം, അതിനെല്ലാം പ്രതിഫലിപ്പിക്കാൻ പറ്റുന്നതുമാണ് ആ ഭാഷ. അപ്പം ഭാഷ സഹിതം, ഭാഷയോടൊപ്പം ആ സംസ്കാരവും കൂടി ആവിഷ്കരിക്കുമ്പോഴാണ് കഥ നാട്ടു നനവുള്ള, അല്ലെങ്കിൽ ഈ ഒരു ടൈറ്റിൽ അന്വർത്ഥമാവുന്നത്. ഇതിൻ്റെ കൂടെ ചേർത്തുകൊണ്ട് ഒരു കാര്യം കൂടെ പറയുന്നത്, നിങ്ങൾ എവിടെ പോയി നോക്കിയാൽ ഇപ്പോൾ ഗൾഫിൽ ജോലി ചെയ്യുന്നവർക്കറിയാം, അവിടെ ഏറ്റവും കൂടുതൽ ഓണം ആഘോഷിക്കുന്ന ഗൾഫിലാണ്. അതുപോലെ തന്നെ ഗൾഫിലെ ഏത് വീട്ടിൻ്റെ മുറ്റത്തും അവരുടെ ചെറിയ സ്ഥലങ്ങൾ, ഫ്ലാറ്റിലാണെങ്കിലും അതിൻ്റെ വീടിൻ്റെ പിന്നിലായാലും ഒക്കെ ഒരു കറിവേപ്പിലയോ ഒരു വാഴയോ ഒക്കെ ആളുകൾ നനച്ച് വളർത്താറുണ്ട്, കേരളത്തിൻ്റെ ഓർമ്മ പോലെ. അപ്പം ആ നമ്മുടെ നാട്ടു സംസ്കാരത്തെ മലയാളി പോകുന്നിടത്തേക്കെല്ലാം കഥയ്ക്കപ്പുറത്തേക്ക് അവൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യം കൊണ്ട്, അത് ഈയിടയ്ക്ക് ഒരു കഥ, അങ്ങനെ ഒരു വിദേശത്ത് നിന്നുള്ളൊരു കഥ ഞാൻ വായിക്കുകയുണ്ടായി. ഒരു പ്രവാസിയായ ഒരു എഴുത്തുകാരൻ എഴുതിയാണ്. അവർ കറിവേപ്പ് കൊണ്ട് വളർത്തിയ കഥയാണ് എഴുതിയത്. അപ്പോൾ ഇങ്ങനെ ഈ അവരുടെ നാടിൻ്റെ ഒരു മരങ്ങൾ തന്നെ, അല്ലെങ്കിൽ മണവും മരവും പ്രകൃതിയും ഒക്കെ തന്നെ മനുഷ്യനോടൊപ്പം യാത്ര ചെയ്യുന്നുണ്ട്. അത് ഒരുപാട് കഥകൾ പറയുന്നുണ്ട്.